കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ബി.ജെ.പിക്ക് വളരാൻ മണ്ണൊരുക്കുന്നുവെന്ന് വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇത് ആലോചിക്കട്ടെ എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ആഞ്ഞടിച്ചിരിക്കുകയാണോ കോൺഗ്രസിനെതിരെ മുഖ്യൻ ലേഖനത്തിലൂടെ? തീർച്ചയായും കാളിദാസ്, ബി.ജെ.പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ ദേശാഭിമാനിയിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോൺഗ്രസിനെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി.ജെ.പി എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസിന് സ്വീകരിക്കുന്ന ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് എന്നാണ് മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. 2015 കൂടാതെ 20 കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ ബി.ജെ.പിക്കെതിരെ നിലനിന്നിരുന്ന ആം ആദ്മി പാർട്ടി തോൽപ്പിക്കുന്നതായിരുന്നു പ്രധാന ലക്ഷ്യം, കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കോൺഗ്രസ് ബി.ജെ.പിയുടെ മുഖ്യ എതിരാളിയായിരുന്നു ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോറ്റതടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ബി.ജെ.പി, അതായത് ഡൽഹിയിൽ ബി.ജെ.പിക്ക് 48 ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുമായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നിലപാടുകൊണ്ട് മാത്രം ബി.ജെ.പിക്ക് 14 സീറ്റ് നേടിയെന്നു കാണാമെന്നടക്കമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ രാജ്യ തലസ്ഥാനത്ത് മേധാവിത്വം ഉറപ്പിക്കാൻ ബി.ജെ.പിക്ക് അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്നും മുഖ്യമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ മതനിരപേക്ഷത ജനാധിപത്യ മൂല്യങ്ങൾ ഇത്ര വെല്ലുവിളികൾ നേരിടുമ്പോൾ അവർ ചെയ്തത്, കൂടാതെ തന്നെ തെറ്റായ നിലപാടാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇടതുപക്ഷം എന്നും ജനങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കൂടാതെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരത്തിലടക്കം തന്നെ തങ്ങൾ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നടക്കം മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡൽഹിയിൽ ബുൾഡോസർ ഉരുണ്ടപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ഈ സർക്കാർ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരം, കൂടാതെ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലടക്കം തന്നെ വലിയൊരു പങ്ക് വഹിച്ച സർക്കാരാണ് ഇടതുപക്ഷം എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ബോണ്ടിലടക്കം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബോണ്ടിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ അടക്കം തന്നെ സാധിച്ചിരുന്നു. അതിനെല്ലാം തന്നെ ഈ പാർട്ടിയാണ് മുൻകൈ എടുത്തത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. നയങ്ങൾ തുറന്നു കാട്ടുന്നതിനും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുന്നതിലടക്കം തന്നെ വലിയ ഒരു പങ്ക് വഹിച്ച പാർട്ടിയാണ് തങ്ങളെ നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. കൊല്ലത്ത് CPM സമ്മേളനം നടക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി ഒരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും കോൺഗ്രസിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ, എന്തായാലും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വന്നിട്ടുള്ള ഈ ഒരു ലേഖനമടക്കം അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ ഉന്നയിച്ചിട്ടുള്ള വിവിധ കാര്യങ്ങളടക്കം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.